പതിവിന് വിപരീതമായിട്ട് 3 കള്ളുടിയന്മാർ വീട്ടിൽ കയറി വന്നിട്ട് പറയാം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ ലാർജ് കാപ്പി വേണം പോലും, സ്ട്രോങ്. അപ്പം ദേ ഇരിക്കുന്നു അക്ഷയ ഉൾപ്പെടെ ഓർഗാനിക് ഫാം ഫ്രഷ് കൗ മിൽക്ക്. അപ്പോൾ അതിൻ്റെ 3 ലാർജ് എടുത്ത് നല്ല വൃത്തിയാക്കി വെടുപ്പാക്കി തിളങ്ങുന്ന ഒരു പാനിലേക്ക് ഒഴിച്ച് തിളപ്പിക്കാൻ വെക്കുന്നു. അപ്പോൾ ഈ കാപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വേറെ വികാരം കേട്ടോ. അവർ പറയുന്നത് ഞങ്ങൾ ഓൾറെഡി ഓരോ പേക്ക് അടിച്ചിട്ടുണ്ട്, അതിൻ്റെ മുകളിൽ നല്ലൊരു സ്ട്രോങ് കാപ്പിയും കൂടെ കുടിച്ചാൽ നല്ല കിക്ക് കിട്ടും പോലും. പിന്നെ ഒന്നും നോക്കിയില്ല, നമ്മൾ ഒരു പാനിലേക്ക് ഒഴിക്കുന്നതിന് ശേഷം ഒരു 8 ഗ്രാം പഞ്ചസാര, അതാണ് അതിൻ്റെ പെർഫെക്റ്റ് ബ്ലെൻഡ് എന്ന് പറയുന്നത്. പിന്നെ പഞ്ചാരക്കൂട്ടന്മാർക്ക് വേണമെങ്കിൽ കൂടുതലാവാട്ടോ. ചായ പോലല്ല കേട്ടോ, കാപ്പി എന്ന് പറഞ്ഞാൽ വേറൊരു വികാരമല്ലേ. പ്രത്യേകിച്ച് കള്ളുകുടിയന്മാർക്ക് 2 സ്പൂൺ അടിച്ച് കഴിയുമ്പം അതിൻ്റെ മേളിലൊരു കാപ്പി കുടിക്കുക എന്ന് പറഞ്ഞാൽ അതിനെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യുന്ന പോലെ. അപ്പം പാല് കുറച്ച് കഴിയുമ്പം കാണാം നല്ല പഴയ സിനിമയിലൊക്കെ ആദ്യ രാത്രി പോർട്രേറ്റ് ചെയ്യുന്ന പോലെ ഇങ്ങനെ തിളച്ച് തൂവി വരുന്നു. അപ്പോൾ അതിനെ ഒന്ന് സിമ്മിലാക്കി കലക്കി കറക്കിയെടുക്കുക. അതിനുശേഷം സൺറൈസിൻ്റെ 5 രൂപ സാഷേ അത് പൊട്ടിച്ചിട്ട് അതിലേക്ക് വാരി വിതറി അങ്ങ് ഇടുക. അതിനെ നല്ലതായിട്ട് ഇളക്കുക. നല്ലതായിട്ട് ഇളക്കി കഴിയുമ്പോഴത്തേന് അത് അതുമായിട്ട് അങ്ങ് ഇഴുകി ചേരും. നല്ല ഗുമുഗുമാന്നുള്ള കാപ്പിയുടെ മണം നമുക്ക് അടിക്കും. അപ്പോൾ അതിനൊരു വട്ടം കറക്കി എടുത്ത് ഒരു സ്റ്റീൽ ഗ്ലാസ്സിലോട്ട് ഒഴിക്കുക. എന്നിട്ട് ആ കട്ട് ഗ്ലാസ്സിലേക്ക് നല്ല പതപ്പിച്ച് ഒഴിച്ച് കഴിയുമ്പോൾ നമ്മുടെ കാപ്പി സെറ്റ് കണ്ടോ. നല്ല ഒറിജിനൽ ചോക്ലേറ്റ് മിൽക്ക് ഷേക്കിൻ്റെ കളറാണ്, ഒരു പെർഫെക്റ്റ് കാപ്പിയുടെ കളർ എന്ന് പറയുന്നത്. രാവിലെ എണീച്ച് ആർക്കും ഒരു ഉപകാരം ചെയ്തില്ലെങ്കിലും ആരും ഉപദ്രവിക്കാതിരിക്കുക, അങ്ങനെ തന്നെ നമ്മുടെ ലോകം നന്നാവും. അപ്പം വെടി പൊട്ടിച്ച് കയറി വാ മക്കളെ. ഹാപ്പി ദിവാലി. ഓക്കെ, ബൈ.